സർപ്രൈസുകൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർക്കാവുമ്പോൾ അതിന് കുറച്ചൊരു ഇമ്പം കൂടും അല്ലേ? ഈ സർപ്രൈസുകൾ എട്ടിൻ്റെ പണിയുടെയാണെന്നുള്ളതാണ് വ്യത്യാസം. സോ ഫൺ ഫാമിലിയുടെ ഫൺ റൈഡ് ഉള്ളത് തൃശ്ശൂരാണ്. നമ്മൾ വിളിച്ചുള്ളത് അനുചേച്ചിയാണ് നെല്ലങ്കര ഉള്ളത്. അപ്പോൾ ആർക്കാണ് പണി കൊടുക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് പണി കൊടുക്കുന്നതെന്നുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. പോയാലോ? അപ്പോൾ നമ്മുടെ അനുചേച്ചിക്കൊപ്പം അനുചേച്ചിയുടെ സ്വന്തം അഭിചേട്ടനും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നല്ല തനി രണ്ട് തൃശ്ശൂർക്കാരെ കിട്ടിയ ഒരു ഫീൽ കൂടി ഉണ്ട്. നമസ്കാരം. യെസ്, ഹലോ. യെസ്, അഭിചേട്ടൻ പറയൂ, എന്തൊക്കെയാ പരിപാടികൾ? പരിപാടി പ്രത്യേകിച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നുമില്ല. ബിസിനസ്മാൻ ആണ് ശരിക്ക്. ഫാദറൊക്കെ ആയിട്ട് ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. ഞങ്ങൾക്ക് റൈസ് ബസാറിലായിരുന്നു ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പച്ചൻ 2018 മരിച്ചതിന് ശേഷം പിന്നെ ഞാനത് വൈൻഡപ്പ് ചെയ്തു. റെന്റിനൊക്കെ കൊടുത്ത് അങ്ങനെ അത് ഫാദറായിട്ട് തന്നെ തുടങ്ങി വെച്ചതായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ സ്വസ്ഥം ഗൃഹഭരണം സമാധാനത്തിലാണ്. ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയല്ലേ? ചിലവർ നമ്മൾ പറയും ഒരു 50-55 ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് സെറ്റിലായി റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന്. കുറച്ച് നേരത്തെ അല്ലെ എൻജോയ് തുടങ്ങി എന്നുള്ളതാണ്. ചേച്ചി എന്താ വർക്ക് ചെയ്തിരുന്നോ? എങ്ങനെയാ? ഇല്ല, ഞാനിങ്ങനെ ഓൺലൈനിൽ ഡ്രസ്സിന്റെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട്. പിന്നെ ഇങ്ങനെ ടപ്പർ വെയർ, കോസ്മെറ്റിക്സ്, ഓറിഫ്ലെയിമിന്റെ അതിന്റെയൊക്കെ ബ്യൂട്ടി കൺസൾട്ടന്റ് ആയിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ കൂടെ ചെയ്യാവുന്ന തന്നെ, ഷോപ്പൊന്നുമല്ല. പോവണ്ട. അപ്പൊ മോളുടെ കാര്യം നോക്കാം. ഞങ്ങൾക്ക് ഒരു മോളാണ്. എത്രയിലായി? 4th പഠിക്കുന്നു, ദേവമാതയില്. ഇല്ല, സ്കൂളിൽ പോയേക്കാണ്. ചിലപ്പോ കുറച്ചുകൂടെ നമ്മള് കാണുകയാണെങ്കിൽ ചിലപ്പോ അല്ലെ കാണാൻ പറ്റും സ്കൂളിലാണ് ആള് എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. രണ്ടുപേരും ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ഒക്കെ ഇട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. തൃശ്ശൂരാണ്, നമ്മൾ കൾച്ചർ ക്യാപിറ്റലാണ്. സ്വാഭാവികമായിട്ട് ആ കലയുടെ ടച്ചൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. ആരെല്ലാം കൂടുതലെന്ന് ചോദിക്കണോ അതോ എന്തൊക്കെയാ കഴിവെന്ന് ചോദിക്കണോ? എന്തൊക്കെ ചെയ്യും? പാട്ട് പാടും. വീടിന് സ്വാഭാവികമായിട്ട് ഒരു പാട്ടിന്റെ ടച്ച് ഉണ്ടെന്നുള്ളത് കിട്ടുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം പുകഴ്ത്തി കഴിഞ്ഞിട്ട് ഇനി കാര്യത്തിലേക്ക് വരാം. അല്ല, ഞാൻ സ്പോട്ടിൽ പാടാൻ പറഞ്ഞ അങ്ങനെ പാടുന്ന വ്യക്തിയാണ്. പക്ഷെ ആളെന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് ആലോചിച്ച് പറ്റുന്ന കമ്പനിക്കാണെങ്കിൽ അങ്ങനെ പാടും, അങ്ങനെയെന്ന് മാത്രം. പക്ഷെ നന്നായി പാടുക ആളാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പാട്ട് കേൾക്കാം. ഓക്കെ, ഞങ്ങളൊരു മറ്റേ ഒരു ഗോസ്പൽ സോങ് പാടാം. ഓക്കെ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ, ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ, ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാൻ ഇടയാവുകില്ല, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാൻ ഇടയാവുകില്ല. സംസാരിക്കുമ്പോ ഒരു വോയിസ് പാടി വന്നു കഴിഞ്ഞപ്പോ വേറൊരു മോഡിലോട്ട് ആയിട്ടുണ്ട്. അഭിചേട്ടാ, ഈ വരവന്റെ ഉദ്ദേശം അറിയണ്ടാവല്ലോ? അഭിചേട്ടൻ നല്ല കുട്ടിയായി ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അനുശേഷിക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ? എന്താണ് ആഗ്രഹം? ഒരു പണി കൊടുക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചാല് കുറച്ച് നാളായി കാത്തിരിക്കാണ് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ട്. അതിന് കറക്റ്റ് അല്ലേ നമ്മള് കിട്ടി. എന്ത് പണി കൊടുക്കണ്ടേ? പണി എനിക്ക് തോന്നുന്നു, ഞാൻ വീട്ടിൽ നിന്ന് എങ്ങടെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ 2 പട്ടിക്കുട്ടികളുണ്ട്, കേട്ടോണ്ടിരിക്കുന്നു. കേട്ടോണ്ടിരിക്കണം. അവരെ നോക്കും, മോളുടെ കാര്യമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നോക്കും.
പക്ഷെ എനിക്ക് കുറച്ച് ചെടികളുണ്ട് പുറത്ത്, കുറച്ചധികം കുറച്ചധികം ഉണ്ട്. പക്ഷെ അത് നനയ്ക്കില്ല, അത് നോക്കിയില്ല, അത് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയും, പറഞ്ഞു കൊടുക്കും പോകുമ്പോ അത് ചെയ്യണം കേട്ടോ, കരിഞ്ഞു പോവും, നല്ല വെയിലാണെന്നൊക്കെ പറയും. എല്ലാം ഏൽക്കും, നീ ധൈര്യമായിട്ട് പോക്കോ, എല്ലാ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പറയും. പക്ഷെ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ടാവും. ചെടി കരിഞ്ഞുണങ്ങി അത് പറിച്ചു കളഞ്ഞ് വേറെ നടണ്ട ഒരു പരിപാടി. അതെന്താ ചേട്ടാ ചെടികളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധയില്ല? ഗാർഡനിങ് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് എനിക്ക്. അപ്പൊ ഞാൻ പറയാറുണ്ട്, പെറ്റ്സ് എന്റെ ഇഷ്ടത്തിന് ഇവിടെ വളർത്തുന്നുണ്ട്, അത് ഞാൻ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഗാർഡനിങ് ആർക്കാ താല്പര്യം എന്നുണ്ടെങ്കിൽ അവര് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ അതാണല്ലോ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ നനയ്ക്കില്ല. അത് പൂവൊക്കെ ഉണ്ടായി കാണുമ്പോ അവിടെ ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട്, ഭംഗിയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അത് നനയ്ക്കില്ല, അതൊന്നും ചെയ്യില്ല, ബാക്കിയെല്ലാം. അപ്പൊ ഇന്ന് നമുക്ക് അല്ലെ ഗാർഡനിങ് ചെയ്യാം. ചേട്ടാ പൈപ്പൊക്കെ എവിടെയിരിക്കുന്ന അറിയാലോ, അത് ധാരണയുണ്ടല്ലോ. അപ്പൊ പോവാം, റെഡി? പക്ഷേ ഒരു മിനിറ്റ്, എനിക്കൊരു ഞാൻ ഇപ്പൊ വരാം, പുറത്ത് ഉള്ളിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്യാനല്ല, ഒരു ഇത് കൊടുക്കാൻ വേണ്ടിട്ടാണ്, ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി. ശരി, ആവാം. ബക്കറ്റായിട്ട് എടുത്ത് വന്നത് എന്താന്ന് വെച്ചാല് ഓസ് കൊണ്ട് നനയ്ക്കാൻ എളുപ്പമാണല്ലോ, അപ്പൊ ടാസ്ക് അല്ലേ, അപ്പൊ നമ്മളത് വേണ്ട. അപ്പൊ എന്തായാലും ഒരു പണിഷ്മെന്റ് എന്നുള്ള നിലയില് ബക്കറ്റില് വെള്ളം എടുത്ത് കപ്പ് കൊണ്ട് നനയ്ക്കട്ടെ. അതിന്റെ ഇത് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കൊടുക്കായിരുന്നു. അതെ അതെ, അല്ല ഇനി മറക്കാൻ പാടില്ലല്ലോ. നടക്കുക. ബക്കറ്റ് താഴെ വെക്കാം. പരിചയക്കാര് ഇപ്പൊ ഉണ്ടെങ്കിലും ഇല്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ കുറെ ഉള്ളതാണോ? അത് അങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കല്ലേ, പ്രശ്നമാണ്. എന്താ വിളിക്കുന്നത്? എന്താ? ലോബോ. ലോബോ. ലോബോയും ഓഷോ. ഓഷോ. ഓഷോ കുറച്ച് സൈലന്റ് ആയിട്ടുണ്ട്, ബാക്കിലോട്ട് പോയിട്ടില്ല. ഇത് ബക്കറ്റ് നിറയാൻ 2 എപ്പിസോഡ് വേണ്ടി വരുമോ? കാരണം കോർപ്പറേഷൻ അല്ലേ? ബക്കറ്റിലേക്ക് ഇന്ന് സ്പേസ് ഉണ്ട്, നനച്ച് നനയ്ക്കേണ്ടി വരും. ഒരു സൈഡിൽ നിന്ന് ഏതൊക്കെ ചെടികളാണ്, എങ്ങനെ വെള്ളം വേണമെന്നുള്ളതിന്റെ ധാരണയൊക്കെ ഉണ്ടോ? പിന്നെ അതൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാറില്ല മാത്രം. അതെ അതെ അതെ. ഇത്ര നേരം പിടിച്ച വെള്ളം അല്ലേ 5 ചട്ടി ഒഴിക്കുമ്പോഴേക്കും തീരുമാനമായിട്ടുണ്ട്. നിറയ്ക്കണ വേറെ ഇത് ഒഴിക്കുന്ന ഗ്യാപ്പിൽ നിറയാൻ വേറെ ബക്കറ്റ് എടുക്കാം. ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തു, അതായിരിക്കും നല്ലത്. അപ്പൊ ഇത് നിറയ്ക്കാൻ വെച്ചോ, എന്നിട്ട് ബക്കറ്റ് എടുത്തു. പൈപ്പ് മാറ്റിയിട്ട് ഡയറക്റ്റ് വെക്കാം അല്ലേ? ഡയറക്റ്റ് വെച്ചാലും വെള്ളം കുറവായിരിക്കും. അല്ല, പൈപ്പ് ചിലപ്പോൾ അതിന് ബക്കറ്റിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ബക്കറ്റ് എടുത്തിട്ട് പോരെ. ഡയറക്റ്റ് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ആണ്. ആ ബക്കറ്റ് വെച്ചിട്ട് ഈ വെള്ളം എടുത്തോ.
എല്ലാം പൂക്കൾ ഉണ്ടായി കാണുമ്പോൾ സന്തോഷമാണ് അല്ലേ, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. എളുപ്പമല്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള വീട്ടിൽ പോയി അത് ചിലപ്പോ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാ വരിക. പാക പറയുന്ന പണി ഇതാണ്. ചേച്ചിയുടെ വീട് എവിടെയാ? ചാലിശ്ശേരി. ചാലിശ്ശേരി ആണല്ലേ. കുന്നംകുളം. നാല് ബക്കറ്റിന് ശേഷം നിറഞ്ഞൊരു ബക്കറ്റ് കിട്ടി അല്ലേ? ഇത് ബാമ്പു ഇനത്തിൽ പെട്ട തന്നെയാണോ? ഈറ്റൊക്കെ പാറ്റേൺ അല്ലേ? സംഭവം ഉണ്ടായി നിൽക്കുന്നത് ഭയങ്കര രസമാണ്. മെയിൻറ്റെയിൻ ചെയ്ത് വെട്ടി നമ്മൾ വെട്ടാൻ ശീലിച്ചത് അവര് വരുമോ? വെട്ടിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അതിന്റെ കതിര് വരുന്നത് വന്നു തുടങ്ങിയില്ലേ? പെട്ടെന്ന് വരുള്ളൂ. അതിൽ നിന്ന് തന്നെ നമ്മൾ വെച്ചതല്ലാതെ അതിൽ തന്നെ വേറെ ഇളവ് വന്ന് കയറി വരുന്നുണ്ടല്ലേ? കയറി വന്നൂല്ലേ? ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ടപ്പോ ചെറുതായിട്ട്. ആശ്വാസത്തിന്റെ പേരിൽ ഒരു കപ്പ് വെള്ളം കൂടുതൽ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തുടങ്ങി ആ ബക്കറ്റിൽ കിട്ടിയാലും വെള്ളം മുഖത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോ ലുക്കിൽ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ആൾ കൂടെ മനസ്സിലാക്കണം. കാരണം അതുകൊണ്ടാണ് പൈപ്പ് വരെ മാറ്റിയിട്ട് ബക്കറ്റ് എടുത്ത് തന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചിനെ വിളിക്കാം, നന്നയുടെ വിശേഷം ചോദിക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചോ. അനു. ഓ, ജാതി വിളിയാണല്ലോ. അനു. അതെ, വേർത്തന്റെ നനച്ചതിന്റെ ആണ്. അതിൽ ഏറ്റവും നല്ല തീരുമാനം എന്തായിരുന്നു അറിയോ? പൈപ്പ് മാറ്റി ബക്കറ്റ് കൊടുത്തായിരുന്നു. അതാണ് അതെ, ഒരു ബക്കറ്റ് നിറയുമ്പോ അതിൽ അടുത്ത ഗ്യാപ്പ് വീണ്ടും വരും. അടുത്ത ബക്കറ്റ് കൊണ്ട് ഓടലായിരുന്നു. പക്ഷെ ഇത് നനയിൽ തന്നെ കളത്തിനെ കാണിച്ചു നോക്കാനുള്ള സമയമാണ്. അപ്പൊ അനുസരിച്ച് മൊത്തത്തിൽ ഒന്ന് നോക്കിക്കോ. എന്നിട്ട് നന കൃത്യമായിട്ടുണ്ടോ നോക്കണം, നന കറക്റ്റ് എല്ലാവർക്കും എത്തിയിട്ടുണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ പോയി നോക്കിക്കോ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. ശരിയാക്കി തരാനുള്ള ആറ്റിറ്റ്യൂഡ്. എല്ലാ ചെടിയും നനഞ്ഞുണ്ടോ നോക്കണല്ലോ. അതെ, കിണറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും നനപ്പിക്കാം. ഉള്ളിലോട്ട് കയറി ടീച്ചറായിരുന്നോ? എക്സാമിന് മാർക്കിട്ട പോലെ അരിച്ചു പറക്കണ്ടല്ലോ. പറക്കണ്ടല്ലോ, അതും നനഞ്ഞിട്ടുണ്ട്. നന്നായി നനച്ചിട്ടുണ്ട്. അപ്പുറം സൈഡിലൂടെ നോക്കിക്കോളൂ. വീണ് കിട്ടിയ അവസരമാണ്. എവിടെ പിടിക്കാൻ പറ്റും അവിടെ പിടിക്കണം. ഓ, ഭയങ്കര ഭംഗിയാക്കി നനച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നനച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? എല്ലാവർക്കും കൃത്യമായിട്ട് ചിലയില് വെള്ളം കൂടുതൽ വേണം, ചിലയിൽ വെള്ളം കുറവ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാ ചെടിയും നനച്ചിട്ടുണ്ട്. സന്തോഷായി. അതിന് കൃത്യമായിട്ട് എവിടെ എത്ര അളവിൽ നനയ്ക്കണം എന്ന് ധാരണയൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ചെയ്യാറില്ല, മാത്രമാണ് പ്രശ്നം. എല്ലാം നല്ല ഭംഗിയായിട്ട് നനച്ചു. സൂപ്പറായിട്ടുണ്ട്. സങ്കടം വരുന്നുണ്ടോ? ചെറിയ സങ്കടം. പണി കൊടുത്തു, എന്നാലും പിന്നെ വേർത്തൊക്കെ നിൽക്കണ കണ്ടപ്പോ ഒരു ആ സങ്കടമല്ല, ചെയ്ത് കിട്ടിയതിനെ സംബന്ധിച്ചപ്പോ അതും വരുന്നുണ്ട്. രണ്ടും ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് അല്ലെ,
ഇത്രയും ഭംഗിയായി നനച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബക്കറ്റ് എടുത്ത് കൊണ്ടുവരണ്ടപ്പോ വിഷമം തോന്നി. അപ്പൊ എന്തായാലും ഇനി നനയ്ക്കുമ്പോ സുഖമാണ്. ഇന്നത്തേക്ക് മാത്രം ബക്കറ്റ് പ്രശ്നമുള്ളൂ. ഇനി പൈപ്പ് എടുത്തിട്ട് എല്ലാവർക്കും നനയ്ക്കാം. അപ്പൊ ഇനി ചാലിശ്ശേരി വീട്ടിൽ പോയിട്ട് ഒരാഴ്ചയിൽ 1 മാസം കഴിഞ്ഞ് വന്നോട്ടെ ചെടി ഇതുപോലെ നിൽക്കുന്നുണ്ടാവും. അതെ 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 ശരിയാ. അതാണ് എപ്പോഴും സങ്കടം. ഫോൺ വിളിക്കുമ്പോഴും പറയും നനയ്ക്കണില്ലേ, ഓ എല്ലാം നനച്ചു എന്ന് പറയും. പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോ ചെടി കാണിക്കില്ല. അത് നനയ്ക്കാത്തതാ. കാരണം കൂടുതൽ നനച്ചു കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് വരല്ലോ. വിട്ട് നിൽക്കാനുള്ള മനപ്രയാസം. അതെ അങ്ങനെയൊക്കെ പറയും. ഇനിയിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മഴ കാരണന്മാരും ഒരു പോക്കെന്ന് പറയും. യെസ്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ചെടി ഭംഗിയായിട്ട് നനച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പണി കൊടുത്ത സന്തോഷത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അഭിചേന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ പണി കൊടുത്താലോ? കൊടുക്കണ്ടേ? വേണ്ടേ? കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ഫൺ സെഗ്മെന്റിനുള്ള സമയം കൂടിയാണ്. അപ്പൊ നമുക്ക് അവിടെ കാണാം. ഷോർട്ട് ബ്രേക്ക്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി. അപ്പൊ ഇനി കുറച്ച് ഫൺ പരിപാടികളുമായിട്ട് അനുചേച്ചി കൂടെ ചേരാൻ പോവാണ്. ഫൺ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കുറച്ച് ഗൗരവം പിടിക്കില്ല. ഫ്രീ ആവോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുറെ കപ്സ് ഉണ്ട്, ബലൂൺസ് ഉണ്ട്. അപ്പം മിക്കതും ഇതിലേറെ ആക്കിയിട്ട് അത് അങ്ങ് വിടണം. ഓക്കെ, കൈ ഉപയോഗിക്കരുത്. ബലൂണിൽ വെച്ച് എയർ വെച്ചിട്ട് തന്നെ സ്പോർട്സ് ചെയ്യണം. സോ ഒരൊറ്റ മിനിറ്റിൽ ഈ കപ്പെല്ലാം തീർക്കുകയാണെങ്കിൽ സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കൊണ്ടുപോകാം. ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പൊ പോയാലോ? വേറെ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഞാൻ സ്റ്റോപ്പ് വാച്ച് കയ്യിലുണ്ട്. അത് തുടങ്ങുന്ന സമയം ഒരൊറ്റ മിനിറ്റിൽ ഫിനിഷ് ചെയ്തോളൂ. സോ അനുശേഷി റെഡിയാണ്. സോ നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? സോ പോവാണ്. സോ 3, 2, 1 ഹിയർ വി ഗോ. ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. എയർ കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് തന്നെ വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആവാം. പക്ഷെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്, ഗ്ലാസ് അറിഞ്ഞിട്ട് പോലുമില്ല അതിൽ കാറ്റുണ്ടായിരുന്നത്. യെസ്, ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ യെസ് ഓക്കെ ഓക്കെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ തന്നെ നല്ലത്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സമയം നിൽക്കുന്നില്ല. പകുതി സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഗ്ലാസ് മാത്രമേ നമ്മൾ വീട്ടിയിട്ടുള്ളൂ. ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഉണ്ട്, അത് അവിടെ എത്തുമ്പോഴേക്കും ഗ്ലാസ് എത്തിയതിനു ശേഷം വീടാണ് നല്ലതായിരിക്കും. ഓക്കെ, അവസാന സമയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ഗ്ലാസും എത്തിയുള്ളൂ. കൗണ്ട് ഡൗൺ തുടങ്ങാറായിട്ടുണ്ട്. 5, 4, 3, 2, 1. ഇത് നമ്മള് ഗ്ലാസ് വീട്ടാന്നുള്ളതാണ്. ഗ്ലാസിന്റെ ഇടയിൽ കൂടെ എങ്ങനെ കാറ്റ് വിടാന്നുള്ള എല്ലാ പ്ലാൻ. പക്ഷെ ചെയ്തു വന്നപ്പോ അങ്ങനെ ആയി പോകുന്നുണ്ട്. അത് ഞാൻ പറയാം. ഏകദേശം ടൈം നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാം കൂടി ഒന്നിലേക്ക് വരണമെന്നില്ലായിരുന്നു. കുറച്ച് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ഗിഫ്റ്റ് കിട്ടില്ല അല്ലെ? അപ്പൊ എന്തായാലും നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി 3 ഗ്ലാസ് ആണ് വീട്ടിയിട്ടുള്ളത്. ഏകദേശം 7 ഗ്ലാസോളം ഇവിടെ ബാക്കിയായിട്ട് ഇപ്പുണ്ട്. അപ്പൊ എന്തായാലും എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും കുറച്ചധികം സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ട് നിങ്ങൾ ഹാപ്പി ആക്കിയിട്ട് വിടുള്ളൂ. ആൻഡ് ഗിഫ്റ്റ് കൊടുക്കാൻ നേരം കറക്റ്റ് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റിയ ആൾ കൂടെ നമ്മുടെ ഫ്രെയിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അഭിയുടെ ഒപ്പം. ഹലോ, എന്തുണ്ട് വിശേഷം? പേരെങ്ങനെയാ? സാറ. സാറ ഏത് ക്ലാസ്സിലാ? 4th. സ്കൂളോ? ദേവമാതയിലാണ്. ഈ സമയത്ത് തന്നെ വരാതെ കറക്റ്റ് ഇന്ന് നേരത്തെ കഴിഞ്ഞോ? കറക്റ്റ് ടൈമിലെത്തിയേ. ഇതെങ്ങനെ ഗിഫ്റ്റ് ഇവിടെ കൊടുക്കണമെന്ന് എങ്ങനെ അറിഞ്ഞേ? മമ്മി പറഞ്ഞല്ലോ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് സാറമ്മോട് ഓടി വന്നതിനൊക്കെ പറഞ്ഞല്ലോ. ആണോ? അതാണെങ്കിൽ വന്ന വഴിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് വിളിക്കുന്നത് അല്ലേ? ആണോ? ഗിഫ്റ്റ് തരട്ടെ? ഉണ്ട്. അഭിചേട്ടാ, ഗെയിം എങ്ങനെയായിരുന്നു? ഗെയിം കുറച്ച് എന്താ പറയാ ടെൻസ്ഡ് ആയി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബലൂണിൽ കുറച്ചും കൂടെ എയർ നിറച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈവൺ ഒരു 2-3 കൂടെ ചെയ്യായിരുന്നു എന്ന് തോന്നി എനിക്ക്. കറക്റ്റ് ആയിട്ട് തോന്നുന്നത് നേരത്തെ കൊടുത്ത ബക്കറ്റിന്റെ ദേഷ്യമാണോ? അല്ല, അത് കറക്റ്റ് ആണ് പറഞ്ഞത്. കാരണം വെച്ചാല് പറഞ്ഞമാതിരി പല ഇതിൽ കപ്പിലേക്ക് ആക്കായിരുന്നു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞമാതിരി ഒരെണ്ണം എയിം ചെയ്തതുകൊണ്ട് അത് വീണിട്ട് അടുത്തേക്ക് പോവാന്ന് ചിന്തിച്ചു. ടൈം പോയി. അതില് പിന്നെ 2 പ്രാവശ്യം എയർ ഫില്ല് ചെയ്തിട്ടും ഗ്ലാസ് വീണൂല. കറക്റ്റ് പൊസിഷൻ പിടിക്കാത്തത്. അഭിയണ്ണം തോന്നി ഇതിൽ 2 തരാണെങ്കിൽ ചെടി തണക്കിൽ എടുക്കുമായിരുന്നു, ഇത് എടുക്കായിരുന്നു? അല്ല, ഞാനിത് എടുക്കുള്ളൂ. അല്ലേ? ചെടി അലർജി. അതെ, യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് മിസ്സായെങ്കിലും മിസ്സാവാത്ത കുറെ അധികം ഗിഫ്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ സാറമോളും ഉണ്ട്. അപ്പൊ തരട്ടെ ഓരോന്നായിട്ട്? യെസ്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത്വെയർ ബ്രാൻഡിന്റെ ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. ആൻഡ്
ഏത് പ്രായക്കാർക്കും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മധുരമാണ് സ്വീറ്റ്, ഹെൽത്തി സ്വീറ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കലർപ്പില്ലാത്ത മധുരം നൽകൂ. യെസ്, ആൻഡ് ഫൈനലി സാറമ്മോൾ സ്കൂളിൽ നിന്ന് ഓടി വന്നുകൊണ്ട് സാറമ്മോൾക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് സൂര്യ കോമഡിയുടെ. ഉണ്ടോ? യെസ്. അപ്പൊ എന്തായാലും സമ്മാനക്കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു സന്തോഷത്തോടെ പോവാൻ അല്ലെ, റിട്ടേൺ ഗിഫ്റ്റ് പോലെ ഒരു പാട്ടൊക്കെ ഇനി ഞങ്ങൾക്കും ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ? സാറ പാടും. സാറയ്ക്ക് കുറച്ച് നേരത്തെ പാടാൻ പറ്റിയില്ല. നന്നായി പാടും. പാടിക്കെ കേക്കട്ടെ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊറിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിളുക്കാം, ഒന്നി മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ.